ഡോക്ടർ സാറേ, ഇതാ എൻ്റെ അൾട്രാസൗണ്ട് റിസൾട്ട്. ഓ രാഘവേട്ടാ, നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടല്ലോ. സാറേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു തവണ പോലും മദ്യം കുടിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ എനിക്ക് ഫാറ്റി ലിവർ വരുന്നത്? രാഘവേട്ടാ, ഇന്ത്യയിൽ 1/3 ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, NAFLD എന്ന് പറയും. ആശങ്കപ്പെടുകയൊന്നും വേണ്ട കേട്ടോ, സൊല്യൂഷൻ ഉണ്ട്. രാഘവേട്ടാ, നിങ്ങളുടെ കരളെന്ന് പറയുന്ന അവയവം ഉണ്ടല്ലോ, അത് ഒരുപാട് ഫാറ്റ് സ്റ്റോർ ചെയ്യും. ഈ ഫാറ്റ് അവിടെ ഇങ്ങനെ കുറേ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം അവിടെ ഒരുപാട് നീർവീക്കം ഉണ്ടാവും. ഈ നീർവീക്കം ഇങ്ങനെ കൂടി 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 എന്താവും, അത് ഫാറ്റ് ലിവർ ആവും, ചിലപ്പോൾ അത് ലിവർ സിറോസിസ് ആവും, ചിലപ്പോൾ പല ഹൃദ്രോഗങ്ങളാവാം, ചിലപ്പോൾ പ്രമേഹം പോലത്തെ പ്രശ്നങ്ങളായിട്ടൊക്കെ പരിവർത്തനം ചെയ്യാം. അപ്പോൾ ഡോക്ടറെ, എനിക്ക് എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ, ഈ ഫാറ്റ് ലിവർ വരാൻ. എവിടെയാണ് ഡോക്ടറെ എനിക്ക് തെറ്റ് പറ്റിയത്? ഒന്ന് പറഞ്ഞു താ ഡോക്ടറെ. നിങ്ങൾ ഇന്ന് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് രാഘവേട്ടൻ. ഇന്ന് രാവിലെ ഞാൻ വെള്ളപ്പുട്ട് 3 എണ്ണം, പിന്നെ അതിൽ പഴവും പഞ്ചസാരയും ഇട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് എന്താ രാഘവേട്ടൻ നിങ്ങൾ കഴിച്ചത്? ഞാനവിടെ നമ്മളെ പഞ്ചായത്തിലെ കുടുംബശ്രീൻ്റെ ഹോട്ടലുണ്ടല്ലോ, അവിടെ പോയിട്ട് ആ 25 രൂപൻ്റെ നല്ല വെള്ള അരിയും നല്ല സാമ്പാറും നല്ല ഇതും, പിന്നെ എനിക്ക് നന്നായിട്ട് വിശന്നുകൊണ്ട് വീണ്ടും ഒരു സെഷൻ കൂടിയും വാങ്ങി അതിലിട്ടു. പിന്നെ വൈകുന്നേരം എന്താ രാഘവേട്ട നിങ്ങൾ ഇന്നലെ കഴിച്ചത്? നമ്മളെ അബ്ദുവാക്കാൻ്റെ കടയിൽ പോയിട്ട് നല്ല 2 പഴംപൊരിയും ചായയും കുടിച്ചു ഡോക്ടറെ. പിന്നെ രാത്രി എന്തായിരുന്നു? രാത്രിയേ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് നല്ല ബിരിയാണി അടിച്ചു ഡോക്ടറെ. ഇപ്പം മനസ്സിലായോ രാഘവേട്ട നിങ്ങളുടെ പ്രശ്നം? കൂടുതലായിട്ട് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറുകൾ, വെള്ള അരി പോലത്തെ സംഭവങ്ങൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഫാറ്റി ലിവർ ഡിസീസ് വരാൻ വേറെ കേട്ടോ പോണോ രാഘവേട്ട? നടത്തത്തിൻ്റെ കാര്യമൊക്കെ എന്താ? ചിലപ്പം എൻ്റെ സോഫയിൽ നിന്ന് ആ ഫ്രിഡ്ജ് വരെ ഒന്ന് നടന്നു വരും. ഡോക്ടർ ഒന്ന് രാഘവേട്ടോ, മനസ്സിലായില്ലേ ഇപ്പം എങ്ങനെ ഫാറ്റി ലിവർ ഡിസീസ് വന്നത്? രാഘവേട്ട, തൽക്കാലം നിങ്ങൾ ആശങ്കപ്പെടുന്നു വേണ്ട കേട്ടോ. ഞാൻ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതങ്ങ് ഫോളോ ചെയ്താൽ മതി. ബ്രൗൺ റൈസ്, പിന്നെ മില്ലറ്റ്സ് തുടങ്ങിയവ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം അങ്ങോട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ആ എണ്ണക്കടികളുണ്ടല്ലോ, വല്ലപ്പോഴൊക്കെ ഒരു പഴംപൊരി കഴിച്ചോളി, അതിലേറെ ഒന്നും കഴിക്കണ്ട. നിങ്ങൾ 2 എണ്ണമല്ല കഴിച്ചത്, അത്ര ഒന്നും വേണ്ട. വല്ലപ്പോഴും ഒന്നൊക്കെ കഴിച്ചോ, എല്ലാ ദിവസവും വേണ്ട കേട്ടോ. പറ്റെങ്കിലും കഴിക്കാതിരിക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സ് കഴിച്ചാൽ മതിയല്ലോ നമുക്ക് കിട്ടാൻ. ഒരു പഴം കഴിച്ചാൽ മതിയല്ലോ. പഴം പൊരി കഴിക്കേണ്ട, പഴമായിട്ട് കഴിച്ചോ രാഘവട്ടൻ നന്നായിട്ട് ചിരിച്ചു. പിന്നെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണം, പഞ്ചസാര ഇട്ട ചായയൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ദിവസം 3, 4, 5 ഗ്ലാസ് ഒന്നും കുടിക്കണ്ട. 1, 2 ഗ്ലാസ് അത്ര മതി, അതിലേറെ കഴിക്കണ്ട കേട്ടോ. ബാക്കി സമയമൊക്കെ വേണേൽ കട്ടൻ ചായ കുടിച്ചാൽ മതി. പിന്നെ രാഘവട്ട, ഒരു 30 മിനിറ്റ് അല്ലേ നമുക്ക് വ്യായാമം ചെയ്യാൻ ഒന്ന് സമയം കണ്ടെത്തിപ്പോൾ നിങ്ങൾക്ക്. നിങ്ങൾ TV ഒക്കെ ഒന്നും കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ എത്ര ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ. അപ്പോൾ നിങ്ങൾ വാർത്തയൊക്കെ കേട്ടിട്ടാണല്ലോ. ആ വാർത്ത കേൾക്കുമ്പോൾ ഒക്കെ ഒരു 30 മിനിറ്റ് വാർത്തയോടൊപ്പം കുറച്ച് ഡാൻസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തുള്ളി കളിച്ചിട്ടോ നിങ്ങൾക്കൊന്ന് വ്യായാമം ചെയ്യാകട്ടെ, എന്നാൽ ഫാറ്റ് ലിവർ അങ്ങ് പോയിക്കോളും. നിങ്ങൾ കുറച്ച് തടി കൂടിക്ക് ഇപ്പം അടുത്ത കാലത്തായിട്ട് കേട്ടോ. ഈ തടി ഒരു 5% തൊട്ട് 10% വരെ നിങ്ങൾ കുറച്ചാൽ നിങ്ങൾ ഈ ഫാറ്റ് ലിവർ പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. ഇന്നലെ അൾട്രാസൗണ്ട് ചെയ്തല്ലോ, ഈ ജീവിതം ശൈലികളൊക്കെ പുലർത്തിയിട്ട് ഇനി ഒരിക്കലും 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി അൾട്രാസൗണ്ട് എടുത്ത് നോക്കാം. നമുക്കറിയാം അത് എത്രമാത്രം കുറഞ്ഞോ കൂടിയോ. പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കണം കേട്ടോ. ആക്ഷൻ എടുക്കാതെ നിങ്ങൾ ഇതേ പഴയ രീതിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന അൾട്രാസൗണ്ട് ഇപ്പം നിങ്ങൾക്ക് സ്റ്റേജ് 2 ആണല്ലോ കണ്ടത്, സ്റ്റേജ് 3 ആയി ഉണ്ടാവും. സ്റ്റേജ് 3 കഴിഞ്ഞ് പിന്നെ ഫൈബ്രോസിസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് മാറ്റാൻ പറ്റില്ല കേട്ടോ രാഘവട്ട, സൂക്ഷിക്കണേ. സ്റ്റേജ് 2 പോയിട്ട് 3 ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. പക്ഷെ 3 കഴിഞ്ഞ് 4 ആയിട്ടുള്ള ഫൈബ്രോസിലെത്തിയാലേ പിന്നെ അത് സീറോസിസ് ആയിട്ടേ അടങ്ങുള്ളൂ. വേണോ രാഘവേട്ട അത്ര റിസ്ക് എടുക്കൽ? രാഘവേട്ട, നിങ്ങളോട് ഇതുപോലെ പറഞ്ഞൊരു വ്യക്തിയെ ഇതുപോലെ തന്നെ 1 വർഷം മുമ്പ് ഇതേ ഗ്രേഡ് 2 ആയിട്ട് വന്ന മമ്മദ് ഖാൻ നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള
അയാൾ കഴിഞ്ഞ ദിവസം ഒരു വർഷം കഴിഞ്ഞ് പിന്നെയും സ്കാൻ ചെയ്ത് വന്നു കേട്ടോ. അയാൾ ജീവിതശൈലിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു കേട്ടോ. എന്നിട്ട് അയാളെ അൾട്രാസൗണ്ട് റിസൾട്ട് എന്തായിരുന്നു അറിയോ? അന്ന് അയാൾക്ക് ഗ്രേഡ് 2 ആയിരുന്നു. ഇന്നലെ നോക്കിയപ്പം നോ ഫാറ്റ് ലിവറേ ഇല്ല. അയാൾ ഒരു വർഷം തുടർച്ചയായിട്ട് ജീവിതം മുറി അനുസരിച്ചുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടല്ലല്ലോ, അയാൾ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾ അയൽവാസീൻ്റെ അടുത്ത് ഇതുപോലെ മാറ്റങ്ങൾ വരുത്തിയ ആ മുഹമ്മദ് ഖാൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്ക്, അയാൾ പറഞ്ഞു തരും. എന്നിട്ട് അതേപോലെ അനുഷ്ഠിക്കുക. എന്നിട്ട് അടുത്ത വർഷം നിങ്ങളും മൂപ്പരോടും വരണം ഇവിടെ. എന്നിട്ട് എന്താ മാറ്റേണ്ടത് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ.